എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെക്കുറിച്ചുള്ള ഈ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തെ അത് ബാധിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നു. നമുക്ക് ഒന്നാമത്തെ ഫയലായ കറുപ്പും മഞ്ഞയും നിറഞ്ഞ നിറത്തിലുള്ള വണ്ട് ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയെക്കുറിച്ചുള്ള ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. ആ കാര്യം നിങ്ങൾ അറിയാതിരുന്നാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില വസ്തുതകൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതറിയാത്ത പക്ഷം നിങ്ങൾക്കും ആ വ്യക്തിക്കും സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ചില പ്രതിസന്ധികളിൽ ആ വ്യക്തി പെട്ടിരിക്കുകയാണ്. ചില ആളുകളുടെ സമ്മർദ്ദം ആ വ്യക്തിയിലുണ്ട്. ആ വ്യക്തിക്ക് സ്വതന്ത്രമായൊരു തീരുമാനം പല ഘട്ടത്തിൽ എടുക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തി സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുക്കുന്നതിനെ ചിലർ സ്വാധീനിക്കുകയും അവർ ആ വ്യക്തിയിൽ ഭയപ്പെടുത്തലുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഒന്നുകിൽ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ അനർഹമായ സ്വാധീനങ്ങൾ ആ വ്യക്തിയിൽ നടത്തുകയും ആ വ്യക്തിയെ ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കുകയും ചെയ്യുന്നു. ചിലരുടെ ഈ നീക്കമാണ് ആ വ്യക്തിയെ കുഴപ്പത്തിലാക്കുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ച് ആത്മാർത്ഥമായി നിങ്ങളോട് സ്നേഹവും നിങ്ങൾക്കും ഒപ്പം സന്തോഷത്തോടെ ജീവിച്ച് പോകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷേ അവരുണ്ടാക്കുന്ന ചില പ്രതിസന്ധികൾ, അവരുണ്ടാക്കുന്ന ചില കുഴപ്പങ്ങൾ, അത് ആ വ്യക്തിക്ക് ചലിക്കാൻ കഴിയാത്ത തരത്തിൽ, ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലാക്കുന്നു. അത് വലിയ തരത്തിലുള്ള ഒരു ദുഃഖം, വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധി ആ വ്യക്തിയിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴും അത്തരം ചില പ്രതിസന്ധികൾ ആ വ്യക്തിയെ ബാധിക്കുന്നുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് ഇത്തരം പ്രതിസന്ധികളെ അതിജയിച്ചുകൊണ്ട്, ഇത്തരം പ്രതിസന്ധികളെ മാറ്റിമറിച്ചുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നു. അത് ആ വ്യക്തിക്ക് സാധിക്കാതെ പോകുന്നത് ഇവരുടെ സമ്മർദ്ദം കൊണ്ടാണ്. നിങ്ങളൊരു പക്ഷേ വിചാരിക്കും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ്, ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും സൃഷ്ടിക്കുന്ന ചില ആളുകൾ, നിങ്ങളെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ചിലർ ആ വ്യക്തിയെ ശത്രുവാക്കുന്നുണ്ട്. അതുകൂടി ആ വ്യക്തിക്ക് മുന്നോട്ട് സഹിക്കേണ്ടി വരുന്നു. അത്തരം കാര്യങ്ങൾ പലപ്പോഴും ആ വ്യക്തി നിങ്ങളോട് തുറന്നു പോലും പറയുന്നില്ല. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. നിങ്ങളോട് തുറന്നു പറയാത്ത സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നത് ആ വ്യക്തിക്ക് എന്നോട് ഇഷ്ടമില്ല, സ്നേഹമില്ല എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. ആ വ്യക്തിയെ ചിലർ രഹസ്യമായോ പരസ്യമായോ ഒക്കെ സമ്മർദ്ദത്തിലാക്കുന്നു. ആ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അകൽച്ചയോ നിങ്ങളോട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയാത്തത് ആവുന്നത്. അല്ലാതെ നിങ്ങളോട് ദേഷ്യമോ നിങ്ങളോട് ഇഷ്ടമില്ലായ്മയോ അല്ല. നിങ്ങളത് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ആ സ്റ്റാൻഡ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആയിട്ട് ഈ പൈൽ സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ് പറയുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തന്നെയാണ്. പക്ഷെ നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ, നിങ്ങളുമായിട്ട് സ്നേഹബന്ധമുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയോട് ചില തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കാത്ത കാര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കണമെന്നും ആ വ്യക്തിയോട് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ പറയുന്നു. ഒരുപക്ഷെ നിങ്ങളോട് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെയൊക്കെ പെരുമാറുന്ന ചില ആളുകൾ അവരുടെ യഥാർത്ഥ മുഖം നിങ്ങളറിയുമ്പോഴാണ് ആ വ്യത്യാസം അറിയുന്നത്. അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത് നിങ്ങളും അറിയുന്നില്ല. അപ്പോൾ ആ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളുടെ തീരുമാനപ്രകാരമാണ് അവർ സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങളെ അറിയാതെ നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ട് ചില ആളുകൾ സംസാരിക്കുന്നു. അങ്ങനെ ആളുകൾ സംസാരിക്കുന്നത് മൂലം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സ് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അവർ മനഃപൂർവ്വം അത് ചെയ്യുകയാണ്. നിങ്ങളും അവരും ഒന്നാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളും സംസാരങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ അവർ നിങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ വ്യക്തിയോട്, നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനുള്ള ചില കാര്യങ്ങൾ അവർ പറയുന്നു. അത് പറയുന്നതിലൂടെ അവർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനാണ്. നിങ്ങളിതൊന്നും അറിയുന്നില്ല. അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന
അത്തരം പ്രവൃത്തി മൂലം നിങ്ങൾക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച, നിങ്ങളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ട ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ കാരണമാകുന്നു. ഇതൊന്നും നിങ്ങളറിയുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നു ആ വ്യക്തിക്ക് എന്നോടിപ്പോൾ സ്നേഹമില്ല, അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവങ്ങൾ അതല്ല. ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുള്ളപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുള്ളപ്പോഴും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ സംജാതമാകുന്നു. ഒരുമിച്ച് സ്നേഹത്തോടെ പോകാൻ കഴിയാത്തൊരവസ്ഥ സംജാതമാകുന്നു. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ട് കൂടി ആ വ്യക്തിക്ക് നിങ്ങളുടെ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നില്ല. നിങ്ങൾ ദുഃഖിക്കുകയാണ്, എന്നെ ആ വ്യക്തി അവഗണിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊപ്പമുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ ആ വ്യക്തിയോട് സംസാരിക്കുകയും നിങ്ങളുടെ അഭിപ്രായമായിട്ട് ആ വ്യക്തിയോട് പറയുന്നതും മറ്റ് വിരുദ്ധമായ കാര്യങ്ങളാണ്. അങ്ങനെ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ആദ്യം അതാണ് അറിയേണ്ടത്. നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളെ ചതിക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ആ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകും. സംശയങ്ങളൊക്കെ നിവാരണം ചെയ്യപ്പെടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.